പ്രിയപ്പെട്ട കുട്ടികൾ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെ വെളിവാകുന്ന പോസ്റ്ററുകൾ ജൂൺ 19 വായനാ ദിനം. എല്ലാവർക്കും അറിയാം, ഗുരുവായൂർ പണിക്കർ എൻ പണിക്കരുടെ ജന്മദിനമാണ് നമ്മൾ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളൊക്കെ എല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹമാണ് വായനയുടെ ദിവ്യ ജ്യോതി കേരള നാട്ടിൽ എല്ലായിടത്തും പ്രചരിപ്പിക്കാനായി കാൽനടയിൽ ഏകനായി സഞ്ചരിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു എൻ പണിക്കർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിലും വായനയുടെ ശീലം എല്ലാവരും ഉണ്ടാക്കിയെടുക്കണം. എല്ലാവരും വായിക്കുന്നുണ്ട്, അടുത്തെന്ന് പറഞ്ഞ വായനയാണല്ലോ. അപ്പോൾ എന്തായാലും വീണ്ടും വീണ്ടും പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് എടുക്കുക, വായിക്കുക. ഡിജിറ്റൽ വായനയിലൂടെയും വായിച്ചു വളർന്ന് ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ വായന ജൂൺ 25 വരെയാണ് പിന്നീട് ഇതേ തുടർന്ന് ഒരു മാസത്തോളം നമ്മുടെ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിരുന്ന എൻ പണിക്കരുടെ ചരമദിനമാണിന്ന്. വായനയ്ക്ക് വേണ്ടി ഒരു ദിവസം നല്ലതല്ല. വായിക്കാത്തവർക്കായി തുടങ്ങാനായിട്ട് തയ്യാറാവുന്ന ഈ കാലത്ത് കർണന്റെ നിലപാട് മാതൃകമാണ്. മറ്റുള്ളവർക്ക് ഇഷ്ടക്കേട് തോന്നിയാലും ഏത് സാഹചര്യത്തിലും സത്യം മാത്രമേ പറയൂ എന്ന നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്. സത്യം പറയുക, ധർമ്മത്തിൽ ചാറ്റുക എന്ന ദർശനമാണ് കർണൻ എന്ന കഥാപാത്രത്തിന്റെ വാക്കുകളുടെ എഴുത്തച്ഛൻ നമുക്ക് നൽകുന്നത്. കവിയുള്ള പേര് ടീച്ചറെ. ഇവിടെ ചോദ്യം ഇങ്ങനത്തെ ഇതാണ്
വായിക്കുന്നത് ഒരുപാട് സംഭവങ്ങളെ കുറിച്ച് അറിയാനാണ്. ഒരു കഥയോ നോവലോ വായിക്കുമ്പോഴോ ഒരു കഥ വായിക്കുമ്പോൾ നമ്മൾ മറ്റൊരു ജീവിതമാണ് വായിക്കുന്നത്. ഒരുപാട് പ്രശസ്തരായ ആൾക്കാരുണ്ട്. നാളെയും നിങ്ങളുടെ ഏറ്റവും മികച്ച ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഒരാൾ പറയുന്നത് കേട്ടിട്ടുള്ളത് വായനാക്കുറിപ്പല്ല, അത് ഏതെങ്കിലും എന്താണ് ഓർമ്മക്കുറിപ്പോ അങ്ങനെയൊക്കെ പറയേണ്ടി വരും. വായനാക്കുറിപ്പിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മളൊരു ബുക്ക് എടുക്കുക, വളരെ ശ്രദ്ധാപൂർവ്വം ബുക്കിൽ എന്ത് ചെയ്യുക, വായിക്കുക. നമ്മൾ വായനയോട് ബന്ധപ്പെട്ട പ്രതിജ്ഞയൊക്കെ ചെയ്തല്ലോ. രണ്ടാമത് വായനാക്കുറിപ്പിന്റെ ഏറ്റവും പ്രധാനം നമ്മൾ ആ ബുക്ക് ശ്രദ്ധാപൂർവ്വം എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു, അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ചെറിയ കുറിപ്പായിട്ട് എഴുതിക്കൊണ്ട് വന്നാണ്. അതായത് കേട്ടില്ലേ സാറ് വായനാക്കുറിപ്പ്, മലയാളത്തിൽ വായനാക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കണം സാറ് പറഞ്ഞോട്ടെ. അതായത് ഇവിടെ പറയാൻ ഞാൻ പറയാം, ഏതെങ്കിലും ഒരു പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടിയാലും അല്ലേ ആ പുസ്തകത്തിന്റെ പേര് നമ്മൾ നോക്കൂലേ, പിന്നെ അതിൽ ഏത് വർഷമെന്ന് ആദ്യം കാണും. പിന്നെ അത് 2003 എന്നാണ് കിടക്കുന്നത് ഇല്ലേ. ഇത്രയും കാര്യം നമ്മൾ അടിസ്ഥാനമായിട്ട് പുസ്തകം എടുക്കുമ്പോൾ നമ്മൾ എത്രയെണ്ണം നോക്കി. ചിലതിന് ഒരുപാട് സവിശേഷത എന്താണ്, എല്ലാ പുസ്തകവും ഒരുപോലെയാണ് അല്ല, ആശയം മാത്രം പോരാ, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് അതിൻ്റെ മനസ്സിലാക്കി. വായനക്കുറിപ്പ് എന്ന കാര്യങ്ങളെ കുറിച്ച് ലൈഫ് ടീച്ചർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിനകത്ത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഈ ബുക്കാണ് ഞാൻ പറയുന്നത്. വിദ്യാലയങ്ങളുടെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏത് പുസ്തകം വേണമെങ്കിൽ നമ്മുടെ സ്കൂൾ ലൈബ്രറി ഉപയോഗിക്കാവുന്നതാണ്. സ്കൂൾ ലൈബ്രറി വന്ന് ഏത് പുസ്തകം വേണം അത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഒരു പുസ്തകം ലൈബ്രറി വന്ന് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഇത് ഏത് പുസ്തകമാണെന്ന് കൺഫ്യൂഷൻ വരില്ലേ. ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ നോവലാണോ കഥയാണോ കവിത തുടങ്ങാതെ കേട്ടോ. ഇവരോട് ചോദിച്ചാൽ യോജിച്ച തലക്കെട്ട് കൊടുക്കണം, ഒരു ഹെഡിങ് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ കവിത വാങ്ങിക്കണം, കഥ ചായനോ അല്ലെങ്കിൽ എന്തായാലും കിസ്സാണ് ഏതെങ്കിലും സെലക്ട് ചെയ്തത് കിസ്സാണെങ്കിൽ കിസ്സത്തിൽ ഞാൻ മുന്നിൽ പിടിച്ചത് തീരത്ത് സാധനം എന്താണ്. അപ്പം അതുപോലെ നിങ്ങൾ ഏതെങ്കിലും കഥയോ കവിതയോ സെലക്ട് ചെയ്തല്ലോ, ഷീറ അല്ലെങ്കിൽ ഇല്ലേ വിശ്വസം സെലക്ട് ചെയ്തല്ലോ. ജീവിതത്തിന്റെ ഒരു അമൂല്യ ഘടകമാണ്. കാരണം വായനയിലൂടെ മാത്രമേ നമുക്ക് അറിവ് സമ്പാദിക്കാൻ കഴിയുകയുള്ളൂ. എഴുത്തിലൂടെയും സമ്പാദിക്കാൻ കഴിയുമെങ്കിലും വായന അത് വേറൊരു ലോകം തന്നെയാണ്. നമ്മളിപ്പോ കൂടുതൽ ആൾക്കാർ ഡിജിറ്റൽ വായനയുടെ ലോകത്താണ്. കൂടുതൽ ആളുകൾ ഫോണ്, ലാപ്ടോപ്പ് ഇതൊക്കെ അനുസരിച്ചാണ് എല്ലാവരും വായിക്കുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു പുസ്തകം കിട്ടി ആ പുസ്തകത്തിന്റെ അനുഭവങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നത് വായിക്കുമ്പോൾ കിട്ടുന്ന സുഖം അതൊരു വേറെ തന്നെയാണ്. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ വായനാ ദിനം എന്ന് പറയുന്ന ഒരു ദിനം നമുക്ക് ആവശ്യമുണ്ടോ? വായന എഴുതി നമ്മൾ നടത്തേണ്ട കാര്യമില്ല. അത് ഈ ഒരാഴ്ച മാത്രം നീണ്ടു നിൽക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. വായനാ ദിനം എന്നത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ കുട്ടികൾ പത്രം വായിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ പണ്ടുള്ള ആളുകൾ പത്രം വായിക്കാതെ അവരുടെ ഒരു ദിവസം പോലും തുടങ്ങും. നീ എന്ത് പണിയാണ് കാണിക്കുന്നത്? ഇത്തിരി കാലം നീ എങ്ങനെയാണ് ഈ കാട്ടുതീ കെടുത്തുന്നത്? ഈ കാട്ടുതീ ഒത്തിരി പക്ഷികളുടെ മൃഗങ്ങളുടെ ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ? അങ്ങനത്തെ ഒരു ശക്തമായ മഴ കൊണ്ട് ഈ കാട്ടുതീ കെടുത്താം. ഞാൻ എനിക്ക് അവരെ ചെയ്യുന്നു.
കേട്ടോ. വെളിഞ്ഞഴകം വെളുത്തവയിലേ തരോ തരോ നിൽക്കൊണ്ടൊരു കൈമണി കൊണ്ടുണ്ടേ. വെളിഞ്ഞഴകം വെളുത്തവയിലേ തരോ തരോ നിൽക്കൊണ്ടൊരു കൊച്ചു